ഗുരുവായൂരപ്പൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് അറിയാമോ? നമ്മളെ മറ്റുള്ളവർ വേദനിപ്പിച്ചാലും നമ്മൾ ക്ഷമിക്കും, നമ്മൾ പൊറുക്കും, അല്ലേ? എന്നാൽ ഭഗവാന് ഈ ഒരു കാര്യത്തിൽ മാത്രം മാപ്പ് നൽകാൻ സാധിക്കില്ല. ഭഗവാനെ വേദനിപ്പിച്ചാലും ഭഗവാൻ അങ്ങ് ക്ഷമിച്ചേക്കും. എന്നാൽ ഭഗവാന്റെ ഭക്തന്റെ മനസ്സ് വേദനിപ്പിച്ചു കഴിഞ്ഞാൽ ആ പൊന്നു ഗുരുവായൂരപ്പൻ്റെ കോടതിയിൽ അതിന് മാപ്പില്ല എന്നുള്ളതാണ്. ഭഗവാനെ വേദനിപ്പിച്ചാലും ഭഗവാൻ അങ്ങ് ക്ഷമ നൽകും. എന്നാൽ തൻ്റെ ഭക്തന്റെ മനസ്സ് വേദനിപ്പിച്ചു കഴിഞ്ഞാൽ ആ വേദനിപ്പിക്കുന്ന ആ ഒരു വ്യക്തിയോട് ഭഗവാൻ ഒരിക്കലും പൊറുക്കില്ല എന്നുള്ളതാണ്. ആ ഒരു തെറ്റിന് ഭഗവാന്റെ കോടതിയിൽ മാപ്പില്ല. ഭഗവാന്റെ മാറിലെ ശ്രീവത്സം പോലെ അത് തെളിഞ്ഞു കാണും. ഭഗവാൻ അതിന് മാപ്പ് നൽകണമെങ്കിൽ ഒരുപാട് ജനന മരണങ്ങൾ നടത്തിയിട്ട് അവസാനം ഭഗവാന്റെ പാതാരവിന്ദത്തിൽ കണ്ണുനീരൽ അഭിഷേകം ചെയ്യുമ്പോഴാണ് ഭഗവാൻ ആ ഒരു തെറ്റിന് മാപ്പ് നൽകുക. കാരണം അത്രയും ഭക്തവത്സലനാണ് ഭഗവാൻ ഗുരുവായൂരപ്പൻ. താൻ വേദനിച്ചാലും തൻ്റെ ഭക്തന്റെ മനസ്സ് വേദനിക്കരുതെന്ന് കരുതുന്ന ഒരാളാണ് ഗുരുവായൂരപ്പൻ. അദ്ദേഹത്തിൻ്റെ കോടതിയിൽ അതിന് മാപ്പില്ല എന്നുള്ളതാണ്. അറിഞ്ഞുകൊണ്ട് ആരും അറിഞ്ഞോ അറിയാതെയോ ഭഗവാന്റെ ഭക്തന്റെ മനസ്സ് വേദനിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുക.